ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മെമ്മറി കോഡ്സ്. നമ്മളിന്ന് പഠിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായ ലിസ്റ്റുകളെക്കുറിച്ചാണ്. ലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അത് 3 തരത്തിലുള്ള ലിസ്റ്റുകളാണ് ഉള്ളത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നിവയാണവ. ഭരണഘടനയുടെ 7ാം പട്ടികയിലാണ് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അനുച്ഛേദം 246 ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. നമ്മൾ ഒന്നുകൂടിയും പറയുകയാണ്, ഭരണഘടനയുടെ 7ാം പട്ടികയിൽ അനുച്ഛേദം 246 ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നിവയാണവ. യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കുവാൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ളത് സംസ്ഥാന സർക്കാരിനാണ്. കൺകറൻറ്റ് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കുവാൻ പാർലമെൻറ്റിനും സംസ്ഥാനങ്ങൾക്കും തുല്യ അധികാരം നൽകിയിരിക്കുന്നു. 3 ലിസ്റ്റുകളിലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. പാർലമെൻറ്റിൻ്റെ ഈ അധികാരത്തെയാണ് അവശിഷ്ട അധികാരം എന്ന് പറയുന്നത്. അവശിഷ്ട അധികാരങ്ങൾ കടമെടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നാണ്. യൂണിയൻ ലിസ്റ്റിൽ ഇപ്പോഴുള്ളത് 100 വിഷയങ്ങളാണ്. തുടക്കത്തിൽ ഉണ്ടായിരുന്നത് 97 വിഷയങ്ങളാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇപ്പോഴുള്ളത് 61 വിഷയങ്ങളാണ്. തുടക്കത്തിൽ അത് 66 ആയിരുന്നു. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് എന്നീ ആശയങ്ങൾ കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നുമാണ്. നമ്മൾ യൂണിയൻ ലിസ്റ്റിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയാണ്. പ്രതിരോധം, റെയിൽവേ, പോസ്റ്റ് ഓഫീസ്, സേവിങ്സ് ബാങ്ക്, സെൻസസ്, കോർപ്പറേഷൻ നികുതി, വിദേശകാര്യം, തപാൽ, ടെലഫോൺ, കസ്റ്റംസ് തീരുവ, ലോട്ടറി, വരുമാന നികുതി എന്നിവയാണ് യൂണിയൻ ലിസ്റ്റിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ. ഒന്നുകൂടിയും പറയുകയാണ്, യൂണിയൻ ലിസ്റ്റിലുള്ളത് എന്തെല്ലാമാണ്? അതായത് യൂണിയൻ ലിസ്റ്റിലുള്ളതാണ് പ്രതിരോധം, റെയിൽവേ, പോസ്റ്റ് ഓഫീസ്, സേവിങ്സ് ബാങ്ക്, സെൻസസ്, കോർപ്പറേഷൻ നികുതി, വിദേശകാര്യം, ടെലഫോൺ, ലോട്ടറി, കസ്റ്റംസ് തീരുവ, വരുമാന നികുതി എന്നിവയാണ്. അടുത്തത് സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ക്രമസമാധാനം, ജയിൽ, പൊതുജന ആരോഗ്യം, കൃഷി, കാർഷികാദായ നികുതി, കെട്ടിട നികുതി, പോലീസ്, തദ്ദേശ ഭരണം, ഗതാഗതം, പന്തയം, ഭൂനികുതി, ഫിഷറീസ് എന്നിവ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കടമെടുത്ത ആശയങ്ങളാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കടമെടുത്ത ആശയങ്ങളാണ് ക്രമസമാധാനം, ജയിൽ, പൊതുജനാരോഗ്യം, കൃഷി, കാർഷികാദായ നികുതി, കെട്ടിട നികുതി, പോലീസ്, തദ്ദേശ ഭരണം, ഗതാഗതം, പന്തയം, ഭൂനികുതി, ഫിഷറീസ് എന്നിവയാണ്. കൺകറൻറ്റ് ലിസ്റ്റിൽ നിന്നും ഉള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വിദ്യാഭ്യാസം, ഇലക്ട്രിസിറ്റി, വനം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, ജനസംഖ്യാ നിയന്ത്രണം, കുടുംബാസൂത്രണം, വില നിയന്ത്രണം, നീതിന്യായ ഭരണം, സാമ്പത്തികവും സാമൂഹികവുമായ ആസൂത്രണം, വിവാഹം, വിവാഹമോചനം, ക്രിമിനൽ നിയമങ്ങൾ എന്നിവയാണ്. പ്രധാനപ്പെട്ട ലിസ്റ്റുകൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നിവയാണ്. യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ടവയാണ്. യൂണിയൻ ലിസ്റ്റിലെ നിയമം നിർമ്മിക്കുന്നത് പാർലമെൻറ്റാണ്. യൂണിയൻ ലിസ്റ്റിലുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രതിരോധം, റെയിൽവേ, പോസ്റ്റ് ഓഫീസ്, സേവിങ്സ് ബാങ്ക്, സെൻസസ്, കോർപ്പറേഷൻ നികുതി, വിദേശകാര്യം, തപാൽ, ടെലഫോൺ, ലോട്ടറി, കസ്റ്റംസ് തീരുവ, വരുമാന നികുതി എന്നിവയാണ്. ഇത്രയും കാര്യങ്ങളാണ് ലിസ്റ്റുകളിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.